യോഹന്നാന്റെ സുവിശേഷം 15:11 ഇങ്ങനെ ഒരു കാര്യം കാണുന്നു. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹമാർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹമാർക്കുമില്ല. യേശു തന്നെ പറഞ്ഞ സ്നേഹത്തിൻ്റെ ഒരു വലിയ സ്കെയിലാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹം. യേശു തന്നെ പറയാണ്, അതിലും വലിയ സ്നേഹമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏറ്റവും വലിയ സ്നേഹപ്രകടനം ആ ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി ചെയ്തതാണ്, ജീവനെ കൊടുത്തതാണ്. ഹല്ലേലൂയ. അപ്പോ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്നേഹം യേശു ഓൾറെഡി ചെയ്തതാണ്. യേശു പിണങ്ങിയിരിക്കത്തില്ല, യേശു വാശി പിടിക്കത്തില്ല, യേശുവിന് ഈഗോ ഇല്ല, യേശുവിന് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ യേശുവിന് ചില സിസ്റ്റങ്ങളുണ്ട്. ആ മുടിയൻ പുത്രൻ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയപ്പോ അവന്റെ സമ്പാദ്യവും അവന്റെ ഫിസിക്കൽ തിങ്സും അല്ലെങ്കിൽ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഒക്കെ അപ്പൻ്റെ നിന്ന് ചോദിച്ച് മേടിച്ചിട്ട് അത് സ്വന്തം ആയി മാനേജ് ചെയ്യാനും സ്വന്തമായി അനുഭവിപ്പാനും വേണ്ടി അപ്പന്റെ സിസ്റ്റത്തിൽ നിന്ന് മാറിപ്പോയപ്പോ ഈ അപ്പൻ തന്നെ കൊടുത്ത സകല കാര്യങ്ങളും അത് തീർന്നുപോയി. ഹല്ലേലൂയ. ഈ യേശുവിൽ തന്നെ കൂടെ ഇരിക്കുന്ന അവസ്ഥയും യേശുവിൽ നിന്ന് ഒരു കാര്യം നമ്മൾ എടുത്തിട്ട് അത് ശേഷം യേശു ഇല്ലാതെ അത് മാനേജ് ചെയ്യുന്ന അവസ്ഥയും ഈ മുടിയൻപുത്രന്റെ ലൈഫിലുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അതായത് യേശു കൂടെ ഉണ്ടെങ്കിൽ ഈ നന്മയും കരുണയും ആയുഷ്കാലം ഈ അനുഗ്രഹം പിന്നെയും പിന്നെയും നമ്മളോട് വന്നുകൊണ്ടേയിരിക്കും. യേശു കൂടെ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് കിട്ടി, അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ യേശു കൂടെ ഇല്ലാത്ത ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ട് കാര്യവുമില്ല, അത് എപ്പം തീർന്നു ചോദിച്ചാൽ മതി. നമ്മളൊക്കെ ഓർക്കാർക്ക് നമുക്ക് ആ പൈസ കിട്ടിയാൽ മതി, നമ്മൾ അതുകൊണ്ടങ്ങ് രക്ഷപ്പെടൂല. എത്ര വലിയ കോടിക്കണക്കിനോ മില്യനോ ബില്യനോ കിട്ടിയാലും രക്ഷപ്പെടൂല, അത് തീർന്നു പോകും. പക്ഷേ നമ്മുടെ കയ്യിൽ യേശു ഉണ്ടെങ്കിൽ, ആമേൻ, അപ്പന്റെ ഭവനത്തിലാണെങ്കിൽ അപ്പനുള്ളതൊക്കെ നമുക്ക് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ അവൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ ആ സിസ്റ്റത്തിലാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, അപ്പന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് ഐ നോ ഹൗ ടു മാനേജ് ഇറ്റ്, അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. ഈ അപ്പനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്നലെ വായിച്ചതുപോലെ
ഈ യോഹന്നാന്റെ സുവിശേഷം 15:5 ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാവുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അതിനുശേഷം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ അപ്പന്റെ ഭവനത്തിൽ നിന്ന് മാറി, അപ്പന്റെ സിസ്റ്റത്തിൽ നിന്ന് മാറി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ തെറ്റി. നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ടോട്ടലി തെറ്റാ. ഫോർ അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. അത് സ്നേഹം മാത്രമല്ല. യേശു പറഞ്ഞപ്പോൾ നത്തിങ് ആക്കി കളഞ്ഞു. അപ്പാർട്ട് ഫ്രം മീ ഓഫ് കോഴ്സ് നമുക്ക് ബലം കഴിപ്പാൻ പറ്റത്തില്ല, സ്നേഹം കിട്ടത്തില്ല. അത് കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നെവർ എവർ തിങ്ക് if we get something from God and rest of our life or rest we know we can manage, അതങ്ങ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. ആ കാഴ്ചപ്പാട് നമുക്ക് മാറ്റണം. ഹല്ലേലൂയ. ആ കാഴ്ചപ്പാട് മാറ്റണം. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ചില ഹല്ലേലൂയ ചില കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ചില ഓപ്ഷൻസ് ബൈബിളിൽ ഇങ്ങനെ കാണും. പ്രത്യേകിച്ച് എസ്തേറിന്റെ ഒക്കെ ജീവിതത്തിൽ രാജാവ് ചോദിക്കുന്നതാണ്, രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും തരാം. പക്ഷേ എസ്തേർ രാജാവിനോട് ചോദിച്ചത് രാജാവിനെ തന്നെയാണ് എസ്തേറിന് വേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഒരു ചിന്താഗതിയാണ്, നമുക്ക് എന്തെങ്കിലും ഭൗതികമായ സാധനം കിട്ടിയാൽ നമുക്കതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, ബൈബിളിലെ ബേസിക് അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് പഠിപ്പിച്ചതും എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാറുണ്ട്. വി കനോട്ട്. നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് ശരിക്കും വേണ്ടത് ദൈവമാണ്. നമ്മൾ അവൻ്റെ ഒരു ആടായിരിക്കുക, ദൈവം നമ്മുടെ ഇടയനായിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ദൈവം കൂടെ ഉണ്ടെങ്കിൽ നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മുടിയമ്പൂത്തറിൻ്റെ രീതിയിലാണ്. അതായത് ഒരു കാര്യം കിട്ടി, ആ കിട്ടിയ സാധനം നമ്മൾ അതിനെ നല്ല രീതിയിൽ, നല്ല ബുദ്ധിയിൽ, നല്ല കാര്യം ഉപയോഗിച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ ബുദ്ധിയെ സാത്താൻ സ്വാധീനിക്കും. നമ്മൾ നല്ലത് ചെയ്യേണ്ടതിന് പകരം നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റും. അതൊക്കെ സാത്താൻ എന്നിട്ടത് എടുത്തുകൊണ്ട് പോകും. ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരു യഥാർത്ഥമായ ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ ഈ 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നോക്കുക, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അതിന് മുമ്പത്തെ വാക്യം നമ്മൾ വായിച്ചാൽ 10-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഞാനൊരു വചനത്തിൽ നിന്ന്, ദൈവം എന്നെ പഠിപ്പിച്ച സിസ്റ്റത്തിൽ നിന്നുള്ളൊരു ഒബ്സർവേഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നമ്മുടെ സ്പിരിറ്റിനെ യഥാർത്ഥമായി യേശുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് യേശുവിനാൽ നിയന്ത്രിക്കപ്പെടാൻ ശരിക്കും നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട്, നമ്മൾ ഇന്നലെ കേട്ടതുപോലെ യേശുവിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് എന്ത് ചെയ്യണമെന്നുള്ള ശരിക്കും ഒരു കാഴ്ചപ്പാട്. കാരണം ഇന്നലെ പഠിച്ചതനുസരിച്ച്
ഇടയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലാണ് എല്ലാം ഇരിക്കുന്നത്. കാരണം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഈ ഇടയന് നടത്തണമെങ്കിലൊക്കെ കമ്മ്യൂണിക്കേഷൻ കൂടിയേ തരൂ. അപ്പൊ യഥാർത്ഥമായി സ്പിരിറ്റിനെ യേശുവിനെ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് കേസ്. അങ്ങനെ കൊടുത്താൽ ആ മൊമെന്റിൽ തന്നെ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വരുന്ന നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇടയനോട് സംവേദിക്കുക. അതായത് പേര് വിളിച്ച് പുറത്തു കൊണ്ടുപോകാൻ പാകത്തിന് ആ കമ്മ്യൂണിക്കേഷൻ, ആ ബന്ധം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇടയന് മനസ്സിലാവും. ഒരു പേഴ്സണൽ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഇടയൻ നമ്മളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും, ചില കൽപ്പനകളെ തരും. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത്, അങ്ങനെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് ഈ യേശുവുമായിട്ടുള്ള സ്നേഹബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നതുമാണ്. കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ ആ ടാസ്ക് കംപ്ലീറ്റ് ആകുന്നു എന്ന് മാത്രമല്ല, നമ്മളും യേശുവുമായിട്ടുള്ള സ്നേഹബന്ധം കുറച്ചുകൂടി ഡീപ്പാവും ഓരോ കൽപ്പനകളെ പ്രമാണിക്കുന്നു. അതിനുശേഷമാണ് ഈ ഒരു ആശയം ശരിക്കും നമ്മുടെ ഉള്ളിലോട്ട് കൺസീവ് ചെയ്തതിന് ശേഷം അടുത്ത വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. These things I have spoken to you, so that my joy may be in you. Hallelujah. And that your joy may be made full. Amen. നമ്മൾ വേറൊരു കൺസെപ്റ്റിലോട്ട് നമ്മുടെ മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ശ്രദ്ധയെ തിരിക്കാം. നമ്മളൊരു വീട് പണിയാന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മളൊരു മുതലാളി, അല്ലെങ്കിൽ നമുക്കൊരു വീട് പണിയുണ്ട്. അപ്പം നമ്മുടെ ആ വീട് പണിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ വേണ്ടി ചില പണിക്കാരെയോ ചില മേസന്മാരെയോ ചില എൻജിനീയേഴ്സിനെയോ ഒക്കെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ച് ആ എൻജിനീയറോ അല്ലെങ്കിൽ ആ മേസനോ ആ കാര്യം അതേ തന്നെ പണിത് കഴിഞ്ഞാൽ ആ ഒരു മുതലാളിക്ക്, ആ ഉടമസ്ഥനൊരു സന്തോഷം വരും. ആ ഉടമസ്ഥൻ എക്സ്പെക്റ്റ് ചെയ്തത് ഈ പണിക്കാരൻ അതേപടി ചെയ്യാൻ പറ്റിയ, അത് പറ്റിയെന്ന് അറിയുമ്പോൾ ഈ പണിത് ചെയ്തവനൊരു സന്തോഷം വരും. ഹല്ലേലൂയ. ആ സന്തോഷമൊക്കെ ആ പൗലോസ് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. യെസ്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ യേശു ക്രൂശിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നത് പോലെ, പിതാവേ നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു സന്തോഷം, അതാ പ്രിയ ദൈവമക്കളെ യഥാർത്ഥ സന്തോഷം. ഇനി അതിന് വിപരീതമായ സന്തോഷത്തിന്റെ കേസ് പറയാം. സപ്പോസ് നമ്മുടെ സ്പിരിറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ യേശുവിനാൽ അല്ല ഡ്രിവണെങ്കിൽ, അതിനകത്ത് സാത്താന്റെ സാത്താന്റെ കൺട്രോൾസ് ഉണ്ടെങ്കിൽ, സാത്താൻ നമ്മളിൽ ചില ഇൻട്രസ്റ്റുകൾ ജനിപ്പിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ യഥാർത്ഥമായ സ്പിരിറ്റിനെ യേശുവിൻ്റെ കൊടുത്തിട്ടില്ല. റാദർ നമ്മുടെ സ്പിരിറ്റിനെ നമ്മൾ അറിയാതെ തന്നെ സാത്താനാണ് നിയന്ത്രിക്കുന്നത്. ആ സാത്താന് നമ്മുടെ ഉള്ളിൽ പല കൽപ്പനകൾ ഇൻഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും, നമ്മൾ അത് ചെയ്യുന്നുണ്ടാവും. സാത്താൻ്റെ ഐഡിയോളജി ഉണ്ടാവും. ആ സാത്താനിക ഐഡിയോളജീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ടാകും. നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവ് വല്ലപ്പോഴും വന്നും പോയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് സിസ്റ്റം അറിയാം, പല കാര്യങ്ങളും അറിയാം. പക്ഷേ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നതിൻ്റെ റൂട്ട് സാത്താനായിരിക്കും.
അങ്ങനെ റൂട്ട് സാത്താനാകുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാലും ഈ സ്പിരിറ്റിനെ കൊടുക്കാത്തിടത്തോളം കാലം നമുക്കൊരു സന്തോഷം ഉണ്ടാവത്തില്ല, നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈ ആകാനും പോണില്ല. ഗോട്ട് മൈ പോയിന്റ്. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷമില്ലാത്ത അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ ടോർമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെരി സിമ്പിൾ. വി ഡിഡ്ന്റ് ഗീവ് അവർ സ്പിരിറ്റ് പ്രോപ്പർലി or 100% in control of our Lord Jesus Christ. കാരണം 100% കൺട്രോൾ വരുമ്പോൾ മാത്രമാണ് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുക. ആ കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്ത് ദൈവം ചില ഇൻട്രസ്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുക, നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന് സന്തോഷം ഉണ്ടാവും, നമ്മൾ സന്തോഷം ഉണ്ടാവും. നമ്മുടെ ജീവിതം അങ്ങനെ ദൈവത്തിൻ്റെ ടാസ്ക് അക്കോംപ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ. ആ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരുന്ന, യെസ്, ശത്രുവിൻ്റെ മധ്യത്തിൽ നമ്മളെ മാനിക്കുന്ന, പാനപാത്രം നിറഞ്ഞു കവിയുന്ന, ഹല്ലേലൂയ. അതെ, നമ്മൾക്കും നമ്മളൊരു പ്രകാശമായിരിക്കുന്ന, അനേകരെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുന്ന, ലോകത്തിലെ ഹല്ലേലൂയ ഒരു ഉപ്പായിരിക്കുന്ന, വെളിച്ചമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഹല്ലേലൂയ അതെ മുന്നോട്ട് പോവുകയും പിതാവിനും നമുക്കും സന്തോഷം ഉണ്ടാകുകയും പിതാവ് ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. ഹല്ലേലൂയ. പക്ഷേ ഇഫ് വി ഡോണ്ട് റിയലി, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ആത്മാവിനെ യേശുവിൻ്റെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആഗ്രഹത്തിൻ്റെ റൂട്ട് അല്ലെങ്കിൽ കോസ്, ഒറിജിൻ, അത് മിക്കവാറും സാത്താനുമായിരിക്കും. സാത്താൻ ഒരിക്കലും നമുക്ക് സന്തോഷം തരത്തില്ല. സോ if you are not satisfied or in some of your area you are still feel empty, നിങ്ങളുടെ സ്പിരിറ്റ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യുക. യേശുവിന് ആ സ്പിരിറ്റ് കൊടുക്കാൻ പറ്റുമോ? കൺട്രോൾ മുഴുവൻ കൊടുക്കാൻ പറ്റുമോ? യേശുവുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സന്തോഷത്തിൻ്റെ സിസ്റ്റത്തിലോട്ട് വരും. അപ്പോൾ നമ്മളോട് പറഞ്ഞ ആ വചനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവേ സംസാരിക്കുന്നതാണ്. ഈ കാര്യം ദൈവം ഭയങ്കര വ്യക്തമായിട്ട് എന്നെ അങ്ങോട്ട് പുഷ് ചെയ്ത് പറയാൻ എനിക്ക് അങ്ങോട്ടൊരു പ്രേരണ വരും. ഇത് ദൈവത്തിൻ്റെ ഒരു പണിയാണ്. ദൈവത്തിൻ്റെ, ഞാൻ കുറച്ചും ആ വീട് പണിയുടെ കാര്യം പറഞ്ഞ പോലെ, ദൈവം പണിയാൻ ഏൽപ്പിച്ച കാര്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പണിയുന്ന ഒരു ലേബർ ആണെന്ന് മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ അവൻ്റെ മനസ്സിലിരിക്കുന്ന ആ ആശയം അത് പണിയേണ്ടതുപോലെ പണിയണമെങ്കിൽ അവൻ്റെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാവും. അത് പ്രാർത്ഥനയുടെ കമ്മ്യൂണിക്കേഷനിലൂടെ ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിച്ച് മേടിച്ചെടുക്കണം. ഏതെങ്കിലും ഒരു ആൾക്ക് വേണ്ടി ഒരാൾ വീട് പണിയുമ്പോൾ ഒരു പണിക്കാരനും അവൻ്റെ ഇഷ്ടപ്രകാരം അവന് തോന്നിയ പോലെ അത് മാനേജ് ചെയ്യില്ല. ആദ്യം അവൻ്റെ ഫുൾ ശ്രദ്ധ ഈ ഉടമയുടെ മനസ്സിലിരിക്കുന്നത് എന്തെന്ന് അറിയുക എന്നുള്ളതാണ്. അതനുസരിച്ചാണ് അത് മാക്സിമം മനസ്സിലാക്കി, എത്രയോ മനസ്സിലാക്കാവുന്നോ അത്രയും മനസ്സിലാക്കി, എന്നിട്ട് അത്രയും കൃത്യതയോടെ ആത്മാർത്ഥതയോടെ പണിയുന്നതാണ് ഒരു സാധാ ലോകത്തിലെ സിസ്റ്റം. ദൈവത്തിൻ്റെ സിസ്റ്റവും ആ സിമ്പിൾ ആസ് ദാറ്റ്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആ സിസ്റ്റം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അത്രയും ഡീപ്പായിട്ട് അവൻ്റെ ഇഷ്ടം എന്താണെന്ന് നോക്കി ആ ദൈവത്തോട് ചോദിച്ച് എടുക്കാൻ നമുക്ക്
അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല ഇതൊക്കെയാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അറിയുന്നത്. എനിക്ക് പോലും ആ ഒരു ആശയം ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് തോന്നിയത്. അപ്പൊ നമ്മുടെ പലപ്പോഴും ഈ നോളജ് സിസ്റ്റത്തിലെ പ്രശ്നമാണ് നമ്മളെ ഒത്തിരി തെറ്റായ രീതിയിൽ നടത്തുന്നത്. സാത്താൻ നമ്മളെ വെറുതെ പറ്റിക്കുകയാണ്. നമ്മുടെ ചിന്തയിൽ കയറി നമുക്ക് പല കാര്യങ്ങളും തോന്നിപ്പിച്ച്, ആ തോന്നലൊക്കെ നമ്മൾ ശരിയായി എന്ന് തോന്നി. അതാണല്ലോ ആ സദൃശവാക്യം 16-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നത്. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും ചൊവ്വായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. അത് വളരെ എന്നെ, എൻ്റെ ആശയത്തെ, എൻ്റെ ചിന്താഗതികളെ ടോട്ടലി മാറ്റിമറിക്കുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു വേദവാക്യമാണത്. നമ്മുടെ മിസ്റ്റേക്ക് ഇത്രയും നാൾ നമ്മുടെ ലൈഫിന്റെ പ്രശ്നം അവിടെ ആ ഒറ്റ വാക്യത്തിലുണ്ട്. നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒക്കെ ശരിയാന്ന് തോന്നും, ബേസ്ഡ് ഓൺ അവർ സ്പിരിറ്റ് സാത്താനിക സിസ്റ്റത്തിലാണെങ്കിലും ദൈവിക സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് തോന്നുന്നത് ശരിയാണോ? പക്ഷേ ദൈവമാ ആത്മാക്കളെ തൂക്കി നോക്കുന്നത്. ദൈവമാ ആ റൂഹ എവിടെയാ ഇരിക്കുന്നതെന്ന്, റൂഹയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കുന്നത്. റൂഹയുടെ സ്റ്റാറ്റസ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് സത്യമാകാൻ പോകുള്ളൂ. മറ്റേത് നമുക്ക് വെറുതെ തോന്നുന്നതാ നമ്മൾ ശരിയാണെന്ന്. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ ചിലപ്പോൾ മായ എന്ന് കാണുന്നത്. ദൈവത്തിന്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അത് സത്യമല്ല, അത് മായയാണ്.